ഈ വണ്ടി വന്നിട്ട് 2019 വരുന്ന എന്ന് പറഞ്ഞാൽ എറ്റിയോസ് ലിവ, ടൊയോട്ടയുടെ ഏറ്റവും മികച്ച ഹാച്ച് ബാക്കിൽ വരുന്ന ഏറ്റവും മികച്ച വണ്ടിയാണ് എറ്റിയോസ് ലിവ. നിർത്തിക്കളഞ്ഞു. 2017 വരുന്ന ഇന്നോവ ക്രിസ്റ്റ വി ആണിത്. 1,36,000 കിലോമീറ്റർ ആണ്. വേറെ ആക്സിഡന്റോ ക്ലൈമോ റീപ്ലേസ്മെന്റോ ഒന്നുമില്ല. വണ്ടി പക്ക കണ്ടീഷനാണ്. റേഞ്ച് റോവർ റിവോക്ക് എന്ന് പറഞ്ഞാൽ റേഞ്ച് റോവറിലേക്ക് ഏറ്റവും ഒരു ക്യൂട്ടസ്റ്റ് വെഹിക്കിളാണ് റേഞ്ച് റോവർ റിവോക്ക്. ഇത് 2017 മോഡൽ വണ്ടിയാണ്. വോൾസ്വാഗന്റെ ആളുകൾക്ക് ഏറ്റവും ഇഷ്ടം ഉള്ളൊരു വണ്ടിയാണ് അപ്പോളോ. ആ പോളോയിൽ വരുന്ന ഹൈലൈൻ മോഡലാണ്. സിംഗിൾ ഓണറാണ്. 2015 മോഡൽ, 14 മാനുഫാക്ചറിങ്, 15 രജിസ്ട്രേഷനിൽ വരുന്ന പോളോ ആണ്. ഹായ് ഫ്രണ്ട്സ്, സനൂപാണ്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് കൊല്ലം ജില്ലയിൽ ഐത്തിൽ എന്ന് പറഞ്ഞ ഭാഗത്തുള്ള കാർ സ്റ്റോർ എന്ന് പറഞ്ഞ ഷോപ്പിലാണ്. നമ്മളിവിടെ ആദ്യമായിട്ടാണ് വീഡിയോ ചെയ്യുന്നത്. 1.5 ലക്ഷം രൂപ മുകളിലോട്ട് നോക്കുന്ന എല്ലാത്തരം പ്രേക്ഷകർക്ക് ഉപകാരം ചെയ്യുന്ന നല്ലൊരു വീഡിയോ ആയിരിക്കും. അതേപോലെ തന്നെ ഇന്നോവ ക്രിസ്റ്റ നോക്കുന്ന, അതായത് 7 സീറ്റർ 8 സീറ്റർ അങ്ങനെയുള്ള ടൈപ്പ് വണ്ടികൾ എടുക്കാൻ താല്പര്യപ്പെടുന്ന എല്ലാത്തരം പ്രേക്ഷകർക്കും കൂടി ഉപകാരപ്പെടുന്ന നല്ലൊരു വീഡിയോ ആയിരിക്കും. ഞാനിപ്പോൾ നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്നതിനടുത്ത് വെച്ച് നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ക്രിസ്റ്റ കിടക്കുന്ന ഒരു ഷോപ്പ് എന്ന് വേണമെങ്കിൽ പറയാം. അത്രയ്ക്കും വണ്ടികൾ കിടപ്പുണ്ട് ക്രിസ്റ്റ ബേസ് ചെയ്ത്. അപ്പോൾ അത്തരത്തിലുള്ള വണ്ടികൾ നോക്കുന്നവർക്ക് ഉപകാരപ്പെടുന്ന നല്ലൊരു വീഡിയോ ആയിരിക്കും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന സുഹൃത്തുക്കളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് തരിക. അപ്പോൾ നമുക്ക് ഇവിടുത്തെ വണ്ടികളുടെ ക്വാളിറ്റി കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ടെന്ന് നോക്കാം. അപ്പോൾ സിയ സാർ നമസ്കാരം. ഹായ്, നമസ്കാരം. ഷോപ്പ് ഇവിടെ വർഷങ്ങളായി, 1 വർഷം കൊണ്ടായെന്ന് പറയുന്നു. 1 വർഷത്തിന് മേളിലായി ഈ ഷോറൂം വന്നിട്ട്. നമ്മളൊരു 10 വർഷത്തിന് മേളിൽ കൊച്ചിയിൽ കോഴിക്കോടൊക്കെ ഉണ്ട്. 10 വർഷം അല്ല, 15 വർഷം ആവുന്നുണ്ട് ഈ മേഖലയായിട്ട് നിൽക്കുന്നുണ്ട്. ഓക്കെ, ഇതിപ്പം ഫസ്റ്റ് ഈ സ്ഥാപനം എവിടെയാണ്? ഈ സ്ഥാപനം കൊല്ലം ഐത്തിൽ പെട്രോൾ പമ്പിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ടാണ് കാർ സ്റ്റോർ എന്ന് പറയും. ഞങ്ങൾ കൂടുതലും ഡീൽ ചെയ്യുന്ന പ്രീമിയം കാറാണ്. അപ്പം ചോദിക്കും ചെറിയ വണ്ടിയില്ലെന്ന്. ചെറിയ വണ്ടിയുണ്ട്, നിങ്ങൾക്ക് കാണാം. ഷോറൂമിൽ കിടക്കുന്ന ചെറിയ വണ്ടിയുണ്ട്, വലിയ വണ്ടിയുണ്ട്. വണ്ടികളൊക്കെ കിടക്കണേ ഇപ്പോൾ ഒരു 1.5 ലക്ഷം രൂപ തൊട്ടുള്ള വണ്ടികളുണ്ട്. എത്ര രൂപ വരെ വില ചോദിക്കുന്ന വണ്ടികൾ വരെ ഉണ്ട് നമ്മളതിൽ ഇപ്പം നിലവിൽ ഏകദേശം ഇവിടെ ഷോറൂമിൽ ഏകദേശം ഒരു 50 ലക്ഷം രൂപ വരെ ചോദിക്കുന്ന വണ്ടികൾ നിൽപ്പുണ്ട്. പിന്നെ ഏതാണ് ചെറുത് തൊട്ട് വലുത് വരെ എല്ലാ വണ്ടികളും നമ്മൾ ഡീൽ ചെയ്യുന്നുണ്ട്. അതർ സ്റ്റേറ്റ് വണ്ടികൾ എടുക്കുന്നുണ്ട്. അത്യാവശ്യം വണ്ടികൾ ഉണ്ട്. നമ്മൾ കൂടുതലും പ്രീമിയം ആണ്. പ്രീമിയം എന്ന് പറഞ്ഞാൽ ഞാനും വന്നപ്പോൾ നോക്കി ഒരുപാട് ഇന്നോവ ക്രിസ്റ്റകളുടെ ഒരു സ്ഥലമാണുണ്ട്. അതെ, ബെൻസ് കിടപ്പുണ്ട്, ഇത് ഇവോക്ക് കിടപ്പുണ്ട്, ഓഡി A6 കിടപ്പുണ്ട്. ഏറ്റവും വലുത് നോക്കുന്നവർക്കും ഒന്ന് തലതിരിച്ചോ. ഇതിൽ കൂടുതൽ വലുതുണ്ടോ? അത്രയും വലുത് പോരെ? ഇത് ഞാൻ എവിടെയും കണ്ടിട്ടില്ല ഈ സംഭവം. ടൊയോട്ട ഹയാസ് വെളിയിൽ നിന്ന് കൊണ്ടുവന്നല്ലേ? ഇത് ജപ്പാൻ ഇമ്പോർട്ടഡ് ആണ്. ഓക്കെ, ഇവിടെ യൂസ് ചെയ്യുന്നതിന് വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ? ഒരു പ്രശ്നമില്ല. നമ്മളെ കേരള വണ്ടി ആക്കിയോ? ഇത് കേരള വണ്ടി. ഇതുകൊണ്ട് KL02 വണ്ടി, കൊല്ലം രജിസ്ട്രേഷൻ ഇരിക്കുന്ന വണ്ടിയാണ്. ഓക്കെ, ആക്കിയിട്ടുണ്ട്. അപ്പോൾ എടുക്കുന്നവർക്ക് ഉപയോഗിക്കാം, പേടിക്കണ്ട. നമുക്ക് ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട്, കാർ സ്റ്റോർ എന്ന് പറയും. അതിനകത്ത് കയറി നോക്കിയാൽ നമ്മളുടെ ബാക്കി എന്താണ് സെല്ലിംഗ് കപ്പാസിറ്റി എല്ലാം അതിനകത്തുണ്ട്. ഓക്കെ, നമ്മൾ കൊടുത്ത കസ്റ്റമറിൻ്റെ റിവ്യൂവും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ഓക്കെ, ഇവിടുന്ന് വണ്ടി എടുക്കുമ്പോൾ ഇപ്പോൾ പ്രീമിയം കാറുകളാണ് തോന്നെ കൊടുക്കുന്നത് എന്ന് പറയുന്നതുകൊണ്ടാണ് ചോദിക്കുന്നത്. ഇവിടുന്ന് ഒരു വണ്ടി ഒരാൾ എടുക്കുമ്പം നിങ്ങൾ ഗ്യാരണ്ടി, വാറണ്ടി അങ്ങനെയുള്ള രീതിയിൽ എന്തെങ്കിലും ഒരു ഉറപ്പ് കൊടുക്കുന്നുണ്ടോ? ഉറപ്പെന്ന് പറഞ്ഞാൽ നമ്മൾ അത്രയും ഷോറൂമിൽ സർവീസ് വെൽ മെയിൻറ്റൈൻഡ് ആയിട്ട് നിൽക്കുന്ന വണ്ടികൾ മാത്രമേ കൂടുതലും ഡീൽ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കും ആ ഗ്യാരണ്ടി അവർക്ക് കൊടുക്കാൻ പറ്റും, കസ്റ്റമേഴ്സിന് കൊടുക്കാൻ പറ്റും. ഇപ്പോൾ എന്താണ് ഗ്യാരണ്ടി എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഒരു വണ്ടി 1 ലക്ഷം കിലോമീറ്റർ അല്ലെങ്കിൽ 2 ലക്ഷം കിലോമീറ്റർ റൺ ചെയ്ത വണ്ടിയാണ്. ആ വണ്ടി ഫുള്ള് കമ്പനി സർവീസ് ആണെങ്കിൽ ഞാൻ ആ വണ്ടിക്ക് ഗ്യാരണ്ടി പ്രൊവൈഡ് ചെയ്യും. അത് പേഴ്സണലി എനിക്ക് കൊടുക്കാൻ പറ്റും. ഇപ്പോൾ ഒരു കസ്റ്റമർ എൻ്റെ വണ്ടി എടുത്തുകൊണ്ട് പോയാലും എനിക്ക് പറയാൻ പറ്റും ആ വണ്ടി ഫുള്ള് കമ്പനി സർവീസ് നിൽക്കുന്ന വണ്ടിയാണ്. നിൽക്കുന്ന GLE ആ വണ്ടി ഫുള്ള് കമ്പനി സർവീസ് നിൽക്കുന്ന വണ്ടിയാണ്. ഇപ്പോൾ ഒരു കസ്റ്റമർ എടുത്താലും എനിക്ക് ആ വണ്ടിക്ക് ഗ്യാരണ്ടി പറയാൻ പറ്റും. ഇൻ കേസ് നിങ്ങൾ എടുത്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് 6 മാസം കഴിഞ്ഞിട്ട് വണ്ടി കൊടുക്കണം ഉണ്ടെങ്കിൽ ഞാൻ തന്നെ എടുത്തും വേറെ വണ്ടി കൊടുക്കും, അല്ലെങ്കിൽ അവർക്ക് ക്യാഷ് ആണെങ്കിൽ ക്യാഷ് കൊടുക്കും. ഓക്കെ, ഇപ്പം നമ്മൾ കാണിക്കാൻ പോകുന്നത് ഏകദേശം ഒരു 1.5 ലക്ഷം രൂപ 1.5 ലക്ഷം രൂപ തൊട്ടുള്ള വണ്ടികളുണ്ട്. അവിടെ തൊട്ട് ഏകദേശം ഒരു 45-50 ലക്ഷം രൂപ വരെയുള്ള വണ്ടികൾ നമുക്ക് ഇവിടെ കാണിക്കാൻ പറ്റും. ഒരു 10-20 വണ്ടി പുറത്തുണ്ട് അല്ലേ? ഇപ്പോൾ എനിക്ക് തോന്നുന്നു 10-25 വണ്ടി നിൽപ്പുണ്ട് ഇപ്പം ഷോറൂമിൽ. പിന്നെ ഇനി വണ്ടികൾ അവിടെ ഡീറ്റെയിലിങ്ങിന് കൊടുത്തിട്ടുണ്ട്. വണ്ടികൾ ഇനി ഒരു 10-15 വണ്ടികൾ ഷോറൂമിൻ്റെ പുറത്തായിട്ട് നിൽപ്പുണ്ട്, കയറാനുണ്ട്. പിന്നെ വണ്ടികളെല്ലാം നമ്മൾ ആ ഒരു റോ കണ്ടീഷനിലാണ് കിടക്കുന്നത്. ഇതെന്ന് പറഞ്ഞാൽ ഡെലിവറിക്കുള്ള വണ്ടികൾ മാത്രമാണ് ഡീറ്റെയിലിങ്ങിന് പോകുന്നത്. അപ്പോൾ കസ്റ്റമർ ഇപ്പം എനിക്ക് കൂടുതലും പുറത്തുനിന്നൊക്കെ ഉള്ള കസ്റ്റമേഴ്സാണ്. എല്ലാം ഫോൺ കോള്, വീഡിയോ കോള് കാര്യങ്ങൾ.
ഇപ്പോഴും നിങ്ങൾ വന്നപ്പോഴത്തേക്ക് കണ്ടു കാണും നമ്മളൊരു എക്സിക്യൂട്ടീവ് അങ്ങോട്ട് പോകുന്നത്. അതൊരു ഷോറൂമിൽ നിന്ന് വണ്ടി എന്ന് പറഞ്ഞാൽ സർട്ടിഫിക്കറ്റ് വേണ്ടി കൊടുത്തതാണ്. ഞങ്ങളെടുത്ത് ഇപ്പം ഞാൻ ഒരിക്കലും ഈ തേർഡ് പാർട്ടി ആയിട്ടുള്ള ആളുകൾ ഇപ്പം ഒരു ടീമുണ്ട്, ഒരാളുടെ പേര് ഞാൻ പറയുന്നില്ല, അയാളൊക്കെ പോലുള്ള തേർഡ് പാർട്ടി എന്തിനാണ് നിങ്ങൾ കസ്റ്റമേഴ്സ് എൻ്റർടൈൻ ചെയ്യുന്നതെന്ന് അറിയത്തില്ല. കസ്റ്റമറിന് നേരെ ബ്രാൻഡഡ് ഷോറൂം, ഇപ്പോൾ ടൊയോട്ട ആണെങ്കിൽ ടൊയോട്ടയുടെ ഷോറൂമിൽ കൊടുക്കുക, ഇപ്പം മെർസിഡീസ് ആണെങ്കിൽ ബ്രിഡ്ജ് വേയോ കോസ്റ്റലോ ഒക്കെ കൊടുക്കുക. ഞാൻ എൻ്റെ ഇവിടെ കിടക്കുന്ന ഏത് വണ്ടിയാണെങ്കിലും ഞാൻ പറയും ഷോറൂമിൽ കാണിക്കുക, എനിക്ക് പ്രശ്നമില്ല. വലിയൊരു തെളിവ് വേണ്ടല്ലോ, പിന്നെ എല്ലാം നോക്കുന്നില്ലേ. പിന്നെ വണ്ടി ബിൽഡ് ചെയ്യുന്ന ആരാണ്? ഷോറൂമാണ്. അപ്പോൾ ഷോറൂമിലേക്ക് കാണിക്കുക. ഓക്കെ, അപ്പോൾ വണ്ടിയുടെ വിശേഷങ്ങൾ നോക്കാം. വണ്ടികളുടെ വിശേഷം നോക്കാം. ഇത് 2014 വരുന്ന ഗ്രാൻഡ് ഐട്ടൺ ഓട്ടോമാറ്റിക് ആണ്. ഇത് 4ാമത്തെ ഓണർഷിപ്പാണ് വണ്ടി. 83,000 കിലോമീറ്ററാണ് ഓടിയിരിക്കുന്നത്. BBSൻ്റെ അലോയ് വീലൊക്കെയാണ് വരുന്നത്. ഡീപ് ഡിഷ് BBSൻ്റെ അലോയ് വീലാണ്. ഇൻറ്റീരിയർ എല്ലാം പക്കാ ക്വാളിറ്റിയാണ്. നമുക്ക് ഫിനാൻസ് വേണ്ടവർക്ക് ഒരു 90% ഫിനാൻസ് ഞാൻ അറേഞ്ച് ചെയ്ത് കൊടുക്കാം. ഫിനാൻസ് എല്ലാം നമ്മൾ തന്നെ ചെയ്യുന്നുണ്ട്. റീപ്ലേസ് എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ് ആക്സിഡന്റോ അങ്ങനൊന്നും ഇല്ല. ഇല്ല. ചെറിയ ടച്ചിങ് പോളിച്ച് ചെയ്തിട്ടുണ്ട്. അതിപ്പോ ഇത്രയും 2014 വണ്ടിയാണല്ലോ. വണ്ടിയെല്ലാം നല്ല കണ്ടീഷനാണ്. എത്ര ചോദ്യം? ഈ വണ്ടിക്ക് വന്നിട്ട് നമ്മൾ ചോദ്യം 3.5 രൂപയാണ്. 3.5? അതെ, നെഗോഷ്യബിൾ ആണ്. പുഷ് ബട്ടൺ സ്റ്റാർട്ടൊക്കെയാണ് വരുന്നത്. ഇതിന് ഓട്ടോമാറ്റിക് ആണ്. മൈലേജ് ഒരു 13 കിട്ടും അല്ലേ? 13 പ്രതീക്ഷിക്കാം. പിന്നെ നമുക്ക് വണ്ടി ഓടിക്കുന്ന കണക്ക് ഇരിക്കും. എന്നാലും അതിൽ കൂടുതൽ കിട്ടും. അതിൽ കൂടുതൽ കിട്ടുമെന്ന് വെച്ചാൽ ഒരു കസ്റ്റമർ എങ്ങനെയാണ് ഡ്രൈവ് ചെയ്യുന്നത് ആ രീതിയിൽ മൈലേജ് പ്രതീക്ഷിക്കാം. ഓക്കെ, 3.5 ചോദ്യം. 3.5 ചോദ്യം, നെഗോഷ്യബിൾ ആണ്. എത്ര ഇട്ടാൽ നമുക്ക് ഇറക്കാൻ പറ്റും? ആദ്യം നമുക്കൊരു ഇതിനകത്തൊരു ഡൗൺ പേയ്മെന്റ് ഒരു 50,000 രൂപ ഉണ്ടെങ്കിൽ ഞാൻ ഫിനാൻസ് ആക്കി തരാം. ഈ വണ്ടി വന്നിട്ട് 2019 വരുന്ന എന്ന് പറഞ്ഞാൽ എറ്റിയോസ് ലിവ, ടൊയോട്ടയുടെ ഏറ്റവും മികച്ച ഹാച്ച് ബാക്കിൽ വരുന്ന ഏറ്റവും മികച്ച വണ്ടിയാണ് എറ്റിയോസ് ലിവ. നിർത്തിക്കളഞ്ഞു. ഈ വണ്ടി 2019 മോഡലാണ്. 97,000 കിലോമീറ്റർ ആണ്. ആക്സിഡൻറ്റോ റീപ്ലേസ്മെൻറ്റോ ക്ലൈമോ കാര്യങ്ങളോ ഒന്നുമില്ല. വണ്ടി പക്ക ഫുള്ള് കമ്പനി സർവീസ് നിൽക്കുകയാണ്. ഇൻറ്റീരിയർ എക്സ്റ്റീരിയർ ഒക്കെ നോക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാം. വേറെ റീപ്ലേസ്മെൻറ്റോ റീപെയിൻറ്റോ അങ്ങനൊന്നും ഇല്ലാത്ത വണ്ടിയാണ്. വണ്ടീനെ സംബന്ധിച്ച് പറയാനാണെങ്കിൽ ഒരു 19-20 മൈലേജ് മേളിൽ കിട്ടുന്ന വണ്ടിയാണ്. ഫുള്ള് കമ്പനി സർവീസാണ്. ഞാനിവിടെ ചോദിക്കുന്ന പ്രൈസ് 8.25 രൂപയാണ്. പ്രൈസ് നെഗോഷ്യബിൾ ആണ്. വീഡിയോ കൊണ്ടുവരുന്നവർക്ക് നമ്മൾ സ്പെഷ്യൽ ഡിസ്കൗണ്ടും കൊടുക്കും. ഓക്കെ, ടയറിൻ്റെ കണ്ടീഷനൊക്കെ അത്യാവശ്യം നല്ല കണ്ടീഷനുണ്ട്. ഡുവൽ ടോണാണ്. വേറെ പറയത്തക്ക അപാകതകളൊന്നും ഇല്ലല്ലോ. ഇവിടെ മാത്രം ചെറിയൊരു പെയിൻറ്റ് പോയിട്ടുണ്ട്. ഇതിപ്പോൾ നമുക്ക് വേണമെങ്കിൽ മൊത്തം ബോണറ്റ് പെയിൻറ്റ് അടിക്കാം. ബോണറ്റ് പെയിൻറ്റ് അടിക്കുമ്പോൾ റീപെയിൻറ്റ് കാണിക്കും. അപ്പോൾ കസ്റ്റമേഴ്സിന് ഇതെന്തുകൊണ്ട് പെയിൻറ്റ്, ഇത് ഇപ്പം നമ്മളെ കാലപ്പഴക്കത്തിൻ്റെ ഒരു ചെറിയ പെയിൻറ്റ് ചൊള്ളി കളയിപ്പോയത്. അതിപ്പോൾ ഒരാൾ വന്ന് കാണുമ്പോൾ എടുക്കാൻ താല്പര്യമുണ്ട്, അത് ക്ലിയർ ചെയ്യാൻ പറഞ്ഞാൽ നമുക്ക് ക്ലിയർ ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇതിനകത്ത് ഇപ്പോൾ എന്ത് വേണം, കസ്റ്റമർ വരുമ്പോൾ ഇങ്ങനെ ഒരു കണ്ടീഷനിലല്ല, ബ്രാൻഡ് ന്യൂ ഷോറൂമിൽ നിന്ന് ഇറങ്ങുന്ന എന്ത് ക്വാളിറ്റി ആ ക്വാളിറ്റിയിലാണ് ഞാൻ വണ്ടി പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു 50 രൂപ കൊണ്ട് ഇറക്കാവും. ഇതിനൊരു 1 lakh 1 ലക്ഷം 1 ലക്ഷം രൂപ. അതൊരു പ്രൊഫൈലുള്ള പാർട്ടിയാണെങ്കിൽ ചിലപ്പോൾ ഈ പറഞ്ഞ 50,000 രൂപ മതി. ഇത് 2010 മോഡൽ വരുന്ന ഒരു ഐട്ടൺ ആണ്. ചെറിയ വിലയ്ക്ക് ചെറിയ ബഡ്ജറ്റ് എന്ന് വെച്ച് നമ്മൾ ഒരു മോശം കണ്ടീഷനല്ല, വണ്ടി നല്ല പക്ക കണ്ടീഷനാണ്. ആക്സിഡൻറ്റോ റീപ്ലേസ്മെൻറ്റോ ക്ലൈമോ കാര്യങ്ങളോ ഒന്നുമില്ല. ടയർ ഭാഗമാണെങ്കിലും ഉണ്ട്. ടെസ്റ്റ് കഴിഞ്ഞ് കിടക്കുകയാണ്. 5 വർഷത്തേക്ക് പേപ്പറുണ്ട്. 58,000 കിലോമീറ്ററാണ് വരുന്നത്. ഇത് നമ്മൾ ചോദിക്കുന്ന പ്രൈസ് ഒരു 1.25 ഒക്കെയാണ് ചോദ്യം. പ്രൈസ് നെഗോഷ്യബിൾ ആണ്. ഒരു ചെറിയൊരു നല്ലൊരു വണ്ടിയാണ്. നമുക്ക് മാറ്റമാണെങ്കിലും നമുക്ക് ചെയ്യാം. ഓക്കെ, വിലയിൽ അഡ്ജസ്റ്റ്മെൻറ്റ്സ് വരുന്നുണ്ട്. സീറ്റ് കവർ ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ ഭാഗത്ത് ചെറിയൊരു കീറ്റുണ്ട്. ഇത് സീറ്റ് കവർ ഇട്ടിരിക്കുകയാണ്. സീറ്റിനുള്ളിൽ ഇതിൻ്റെ ഒറിജിനൽ സീറ്റ് കിടപ്പുണ്ട്. ഓക്കെ ഓക്കെ, 1.25 ചോദ്യം. 1.25 പ്രൈസ് നെഗോഷ്യബിൾ ആണ്. ഓക്കെ, അപ്പോൾ വിലയിൽ വ്യത്യാസങ്ങളുണ്ട്. അത്യാവശ്യം വണ്ടിയും കൊള്ളാം. കളർ ഫെയ്ഡ് അങ്ങനെയുള്ളതൊന്നും വന്നിട്ടില്ല. ഇതും ഈ പറഞ്ഞ കണക്ക് തന്നെയാണ്. ഇപ്പോൾ ഒരു കസ്റ്റമർ എടുക്കാൻ വരുമ്പോൾ വണ്ടി ഞാൻ ബ്രാൻഡ് ന്യൂ കണ്ടീഷൻ ആക്കി ഇറക്കി കൊടുക്കത്തുള്ളൂ. പോളിഷൊക്കെ ചെയ്ത് ഇൻറ്റീരിയർ ക്ലീനിങ് എല്ലാം ചെയ്ത് പക്ക കണ്ടീഷൻ ആക്കിയ വണ്ടി കൊടുക്കത്തുള്ളൂ. ഇത് 2018 വരുന്ന i20 ആസ്തയാണ്. ഈ വണ്ടിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന കണക്കാണ്. വണ്ടി പക്ക കണ്ടീഷനാണ്. വേറെ ആക്സിഡൻറ്റോ ക്ലൈമോ റീപ്ലേസ്മെൻറ്റോ ഒന്നുമില്ല. ബ്രാൻഡ് ന്യൂ ഷോറൂം. അതിൻ്റെ പെയിൻ്റ് ആയാലും ടയർ ആണെങ്കിലും എല്ലാം നല്ല കണ്ടീഷനാണ്. ഇൻറ്റീരിയർ ക്വാളിറ്റി നിങ്ങൾക്ക് നോക്കുമ്പോൾ അറിയാം. ഇത് ഓട്ടോമാറ്റിക് വേരിയൻറ്റിൽ വരുന്ന വണ്ടിയാണ്. ആസ്ത ഓപ്ഷനിലാണ്.
ഓട്ടോമാറ്റിക് ആണ്. ഡീസൽ പെട്രോളാ? ഇത് പെട്രോൾ ഓട്ടോമാറ്റിക് ആണ്. പെട്രോളിന് ഹ്യുണ്ടായി ഓട്ടോമാറ്റിക് വരുന്നുള്ളൂ i20. ഓക്കെ. ഇതിൽ സീറ്റ് കവേഴ്സ് ആയിട്ട് ചെയ്തിട്ടില്ല. സീറ്റ് കവേഴ്സ് ഇല്ല, ഒറിജിനൽ സീറ്റാണ്. നിങ്ങൾക്ക് അത് നോക്കുമ്പോൾ അറിയാം വണ്ടിയുടെ ക്വാളിറ്റി എന്താണെന്ന്. അതിൻ്റെ ഇൻറ്റീരിയർ നോക്കുമ്പോൾ അറിയാം. അത് ഓക്കെ, അത് ഞാൻ സമ്മതിച്ചു, കൊള്ളാം, നല്ല ക്വാളിറ്റിയാണ്. ടയേഴ്സ് ആണെങ്കിലും നല്ല ടയേഴ്സ് ആണ്. ഡുവൽ ടോൺ ആണ് ഇത് അല്ലേ? അതെ, 48,000 കിലോമീറ്റർ ആണ് ഓടിയിരിക്കുന്നത്. ജെനുവിൻ കിലോമീറ്റർ ആണ്. ജെനുവിൻ കിലോമീറ്റർ ആണ്. എത്ര ചോദ്യം എത്രയാ? ചോദ്യം എത്രയെന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ 7.25. 7.25. 8.5 രൂപയായിരുന്നു ചോദിച്ചിട്ടിരുന്നത്. പിന്നെ ഇപ്പോൾ നമ്മളെ GSTയുടെ പ്രൈസ് ഡിഫറൻസ് വന്നപ്പോൾ നമ്മളും ഒന്നിച്ച് പ്രൈസ് കുറച്ചു. ഈ വണ്ടിക്ക് ഇത്രയും വില എന്താണെന്ന് വെച്ചാൽ ആ വണ്ടിയുടെ ക്വാളിറ്റിക്കാണ്. ഇത് 2022 മോഡല് ടൈഗൂൺ ആണ്. 1.5 DSG ഗിയർ ബോക്സ് ആണ്. ഒരു പവർഫുൾ കാറാണ്. GT ലൈൻ ആണ് വണ്ടി. വേറെ ആക്സിഡൻറ്റോ റീപ്ലേസ്മെൻറ്റോ ഈ വണ്ടിക്കും ക്ലൈമോ കാര്യങ്ങളൊന്നുമില്ല. 29,000 കിലോമീറ്റർ ആണ്. നിങ്ങൾക്ക് നോക്കുമ്പോൾ അറിയാം ബ്രാൻഡ് ന്യൂ കണ്ടീഷനാണ്. ഇതിൻ്റെ ഇൻറ്റീരിയർ തന്നെ നല്ല GT ലൈൻ ആയതുകൊണ്ട് മാത്രമാണ് ഇത്രയും ക്ലാസിക് ആയിട്ട് വരുന്ന ഇൻറ്റീരിയർ. സീറ്റ് കവേഴ്സ് ആയിട്ട് ചെയ്തിട്ടില്ല. സീറ്റ് കവേഴ്സ് ചെയ്തിട്ടില്ല, നോർമലാണ്. നിങ്ങൾക്ക് നോക്കുമ്പോൾ അറിയാം വണ്ടിയുടെ ഇൻറ്റീരിയർ ക്വാളിറ്റി നോക്കുമ്പോൾ അറിയാം വണ്ടി എങ്ങനെയാണ് യൂസ് ചെയ്തിരിക്കുന്നതെന്ന്. സിംഗിൾ ഓണർ അല്ലേ? സിംഗിൾ ഓണർ. വേറെ അപാകതകൾ ഒന്നുമില്ലല്ലോ? ഇല്ലില്ല. ഇത് നമ്മളൊരു കസ്റ്റമർ നിൽക്കുന്നതുകൊണ്ട് പുള്ളിക്കാരൻ്റെ ഇടയ്ക്ക് ചോദിക്കുന്നുണ്ട്. ടയേഴ്സ് ഒക്കെ കൊള്ളാം. ഫസ്റ്റ് ടയർ അടക്കണം അല്ലേ? ഫസ്റ്റ് ടയറാണ്. വേറെ ഒരു പെയിന്റ് എവിടെയും പെയിന്റ് കറക്ഷനോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല. എത്ര ചോദ്യം? എത്രയാ? 17.4 ലക്ഷം രൂപ. അതെ, 17,25,000 രൂപ. ഇതിനൊരു 90 ഫുൾ ഫിനാൻസ് എന്ന് തന്നെ പറയാം. എന്നാലും 90% പാനോരമിക് സൺറൂഫാണ് വരുന്നത്. പാനോരമിക് അല്ല, സോറി, നോർമൽ സൺറൂഫാണ്. എത്ര രൂപ വേണം ഇത് ഇറക്കാൻ? ഇത് ഇറക്കാൻ ഒരു 50,000 രൂപ ഉണ്ട്. പ്രൊഫൈൽ ഓക്കെ ആയിട്ടുള്ളൊരു കസ്റ്റമർ ആണെങ്കിൽ ഞാൻ ലോൺ ആക്കി കൊടുക്കും. ഇത് പെട്രോൾ അല്ലേ? പെട്രോൾ 1.5 GT ലൈൻ. ഇത് നമ്മൾ മൈലേജ് നോക്കി ഈ വണ്ടി ഒരിക്കലും എടുക്കാൻ പറ്റില്ല. അതെ, ഇത് നമ്മളൊരു കസ്റ്റമർ ആണ്, പക്ഷെ ആള് പുലിയാ. 2 വീലറിൽ ബുള്ളറ്റ് എടുക്കുന്ന ആള്. ഇത് 2017 മോഡല് പോളോ എന്ന് തന്നെ പറയാം. എന്നാൽ പോളോ പ്രേമിയൊക്കെ ആയിട്ട് ഇച്ചിരി ഡിക്കിയും കൂടെ വെച്ചിട്ട് ഇറങ്ങിയ വണ്ടിയാണ്. 2017 മോഡല് ആമിയോ ആണ് വരുന്നത്. ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പിൽ നിൽക്കുന്ന വണ്ടിയാണ്. ഡീസൽ പെട്രോൾ മാനുവൽ ആണ്. കംഫർട്ട് ലൈൻ ആണ്. മൈലേജ് ഉണ്ട്, അത്യാവശ്യം ഒരു 16-17 മൈലേജ് കിട്ടുന്നുണ്ട്. പിന്നെ റീപ്ലേസ് ആയിട്ട് പ്രത്യേകിച്ചൊന്നുമില്ല. ചെറിയ ടച്ചിങ് പോളിഷ് ചെയ്തിട്ടുണ്ട്. ഫ്രണ്ട് ബമ്പർ, ഇതിനകത്ത് സീറ്റ് കവർ ചെയ്തിട്ടുണ്ട്. അലോയ്സ് ആണ്. ഈ വണ്ടിക്ക് ഒരു 90% ലോൺ കിട്ടുന്ന വണ്ടിയാണ്. 2017 മോഡൽ വണ്ടിയാണ് ആമിയോ. ഇതിന്റെ വില വെറും 3.25 രൂപയുള്ളൂ. നിലവിൽ കംപ്ലൈൻറ്റോ കാര്യങ്ങളൊന്നുമില്ല. ഞാൻ ഈ പറയുന്ന വണ്ടികളെല്ലാം എൻ്റെ ഈ ഷോറൂമിൽ നിന്ന് വരുമ്പം ബ്രാൻഡ് ന്യൂ കണ്ടീഷനിൽ ഇറക്കി തരത്തുള്ളൂ. നിങ്ങൾക്കൊരു പുതിയ വണ്ടി എടുക്കുന്ന ഫീലിൽ ഞാൻ വണ്ടി തരും. ടയർ ആണെങ്കിലും നല്ല ടയറാണ്. അത്യാവശ്യം നല്ല ടയേഴ്സ് കിടപ്പുണ്ട്. എല്ലാ ടയറും അത്യാവശ്യം നല്ല ടയറാണ് കിടക്കുന്നത്. 3.25 ലക്ഷം അല്ലേ? 3.25. 2020 മോഡൽ അൾട്രോസ് ആണ്. മിഡ് വേരിയൻ്റ് ആണ്. ഒരു എന്ന് പറഞ്ഞാൽ ഒരു സാധാരണക്കാർക്ക് പറ്റിയൊരു വണ്ടിയാണ്. ഒരു ഫുൾ ഫിനാൻസും നമുക്ക് കയറ്റി കൊടുക്കാൻ പറ്റും. 5 ലക്ഷം രൂപയാണ് നമ്മൾ ചോദിക്കുന്നത്. വണ്ടി നിങ്ങൾക്ക് നോക്കുമ്പോൾ അറിയാം ഇൻറ്റീരിയർ എല്ലാം ഈ പറയുന്ന പക്കാ കണ്ടീഷനാണ്. ഇതൊന്നും നമ്മൾ ഇൻറ്റീരിയർ ക്ലീനിങ്ങോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടിരിക്കുന്നതല്ല. ആസ് ഇറ്റ് ഈസ് നമ്മളൊരു കസ്റ്റമറിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്ന എന്ത് ക്വാളിറ്റി ആ ക്വാളിറ്റിയിലാണ് നമ്മൾ നിർത്തിയിരിക്കുന്നത്. ഈ വണ്ടി നമ്മൾ 5 ലക്ഷം രൂപയാണ് ചോദിക്കുന്ന. ഒരു നല്ല പ്രൊഫൈലുള്ളൊരു കസ്റ്റമറിന് മൊത്തം നമുക്ക് ഫിനാൻസ് ആയി കൊടുക്കാം. റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. റീപ്ലേസ്മെൻറ്റോ ക്ലൈമോ കാര്യങ്ങളോ ഒന്നുമില്ല. നിങ്ങൾക്കെല്ലാം ചെക്ക് ചെയ്യാം. ഞാൻ ഈ നമ്പർ ഉൾപ്പെടെയാണ് കാണിക്കുന്നത്. എനിക്ക് വേണമെങ്കിൽ ബോർഡ് വെച്ച് ഹൈഡ് ചെയ്യാം. ഇത് ഞാൻ ബോർഡ് വെച്ച് ഹൈഡ് ചെയ്തിട്ടില്ല. 5 ലക്ഷം അല്ലേ? സോറി കേട്ടോ, ഇതിന്റെ ഫ്രണ്ട് വിൻഷീൽഡ് മാറിയിട്ടുണ്ട്. അത് എടുത്ത സമയത്ത് തന്നെയാണ് മാറിയിരിക്കുന്നത്. കമ്പനിയിൽ തന്നെ മാറിയിരിക്കുന്നത്. 5 ലക്ഷം. 5 ലക്ഷം രൂപ നെഗോഷ്യബിൾ ആണ്, ചെറിയ നെഗോഷ്യബിൾ ആണ്. 2017 മോഡല് ഇസഡ് ഓട്ടോമാറ്റിക് ആണ്. ഡൽഹി നമ്പറാണ്. സിംഗിൾ ഓണറാണ്. NOC എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു കസ്റ്റമർ വന്നാൽ ആ കസ്റ്റമറിൻ്റെ പേരിലേക്ക് നമ്മൾ ലോൺ ആക്കി കൊടുക്കും. എന്തോ ഓടിയിട്ടുണ്ട്. ഇത് 68,000 കിലോമീറ്റർ.
68 കിലോമീറ്ററോ? 68,000 കിലോമീറ്റർ ആണ്. കിലോമീറ്റർ ജെന്യൂൻ ആണോ എന്ന് വെച്ചാൽ എനിക്ക് 100% പറയാൻ പറ്റില്ല. ഡൽഹി വണ്ടിയാണ്. ഇപ്പൊ എനിക്കൊരു കേരള വണ്ടിക്ക് ധൈര്യമായിട്ട് എനിക്ക് നിങ്ങൾക്ക് ഗ്യാരണ്ടി പറയാം. കാരണം ഞാൻ കേരള വണ്ടി ഫുള്ള് ചെക്ക് ചെയ്തിട്ട് എടുക്കുന്നത്. ഡൽഹി വണ്ടിയെ സംബന്ധിച്ച് നമ്മളിനി എത്ര ചെക്ക് ചെയ്താലും എനിക്കൊരു അഷുറൻസ് പറയാൻ പറ്റില്ല 62,000 കിലോമീറ്റർ ആണോ എന്ന് തന്നെ. അതെ വണ്ടി പക്ഷെ നല്ല വൃത്തിയുണ്ട്. വണ്ടി നല്ല ക്വാളിറ്റിയാണ്. റീപ്ലേസ് ആയിട്ടൊന്നുമില്ലല്ലോ. നമ്മളുടെ പ്രഥമ ദൃഷ്ടിയാലും നമ്മൾ ഒന്നും കണ്ടെത്തിയിട്ടില്ല. ഓക്കെ, വണ്ടിക്കകമൊക്കെ കൊള്ളാം, നല്ല നീറ്റായിട്ട് തന്നെ ഇരിപ്പുണ്ട്. ടയേഴ്സ് പറയുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ടയേഴ്സാണ് കിടക്കുന്നത്. പിന്നെ 17 മോഡൽ ഇപ്പോൾ ഇവിടുത്തെ കേരളത്തിലെ വണ്ടിയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ പ്രൈസിനകത്ത് ഒരുപാട് ഡിഫറൻസ് ആണ് നിൽക്കുന്നത്. എത്ര ഇത് ചോദിക്കുന്നത്? എത്ര ഇത് നമ്മൾ ചോദിക്കുന്ന ഈ ഡൽഹി NOCയിലാണെങ്കിൽ 19.5 ലക്ഷം രൂപ. ഇനി അതല്ല നമ്പറാക്കി കൊടുക്കണമെങ്കിൽ 21 ലക്ഷം രൂപ. അതായത് കേരള ആക്കി കൊടുക്കും. കേരള നമ്പറിലേക്ക് ഈ കേരള ആക്കുവാണെങ്കിൽ 21 ലക്ഷം രൂപ. ഇതിപ്പോൾ ഇറങ്ങിയ സമയത്ത് എന്താണ് ഈ വണ്ടി ഒറിജിനൽ? നമ്മളിപ്പോൾ ഇറങ്ങിയ സമയത്ത് ഈ വണ്ടിയുടെ ഒരു വില 32 ലക്ഷം രൂപ ഉണ്ടായിരുന്നു. ആ റേഞ്ച്. അതെ, ഇത് ലാസ്റ്റ് നിർത്തുമ്പോൾ 34 ലക്ഷം രൂപയ്ക്കാണ്. ഇത് 2017 മോഡല്, സിംഗിൾ ഓണറാണ്, 1,15,000 കിലോമീറ്റർ ആണ്. നമ്പർ പ്ലേറ്റ് എല്ലാത്തിലും നമ്പർ പ്ലേറ്റ് കാണിക്കാമെന്ന് പറഞ്ഞിട്ടെ. ഓടിയ എത്ര? ഇത് കറക്റ്റ് 1,10. റോയ് എത്ര? 1,04,000 കിലോമീറ്റർ. ഇതിനകത്ത് നമുക്ക് കിലോമീറ്റർ ജെന്യൂൻ പറയാൻ പറ്റുമോ? ഇത് ജെന്യൂൻ പറയാൻ പറ്റും. 1,04,614 കിലോമീറ്റർ ആണ്. ചെറിയ ആൻഡ്രോയിഡ് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ നോക്കിയാൽ മതി, കവറോ കാര്യങ്ങളോ ഒന്നും ഇളക്കിയിട്ടില്ല, വൃത്തിയുള്ള വണ്ടിയാണ്. കിലോമീറ്റർ ഇത്ര ഓടിയിട്ടും ആ ഭാഗം വലുതായിട്ട് ഉപയോഗിക്കാത്തതുകൊണ്ടായിരിക്കും അതിൻ്റെ കവർ എടുക്കാത്തത്. ഇതിനകത്ത് സോണിയുടെ സെറ്റും ഒക്കെയാണ് ഇരിക്കുന്നത്. വണ്ടിക്കകമൊക്കെ കൊള്ളാം, വൃത്തിയായിട്ടിരിപ്പുണ്ട്. 17 മോഡൽ വണ്ടിയാണ്. ഈ വണ്ടിക്ക് നമുക്കൊരു 90% ഫിനാൻസും ആക്കി തരാൻ പറ്റും. ചോദ്യം എത്രയാണ്? 17,000 രൂപയാണ് ചോദ്യം. 17,000 നെഗോഷ്യബിൾ ആണ്. വിലയിൽ അഡ്ജസ്റ്റ്. എല്ലാം ഒരു ചെറിയ കംപ്ലൈൻറ്റ് ഉണ്ട്, അത് നമുക്ക് ക്ലിയർ ചെയ്ത് തരും. എവിടെയാണ്? അത് ഞാൻ കണ്ടില്ല. ഓക്കെ. വേറെ അപാകതകളൊന്നുമില്ല? വേറെ പ്രത്യേകിച്ച് അപാകതയുള്ള കാര്യങ്ങളൊന്നുമില്ല. റീപ്ലേസ് ഇല്ല? ഇല്ല. ഓക്കെ. 17,000. ഇത് പോളോ GT ആണ് വരുന്നത്. 2017 മോഡൽ പോളോ GT ആണ് വരുന്നത്. വണ്ടിക്ക് നമ്മൾ ഒറിജിനൽ കേരളയാണ്, സെക്കൻഡ് ഓണർഷിപ്പിൽ നിൽക്കുന്ന വണ്ടിയാണ്. ടയർ ഭാഗം കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇന്റീരിയറൊക്കെ അത്യാവശ്യം പക്ക കണ്ടീഷനാണ്. കിലോമീറ്റർ ജെന്യൂൻ ആണ്. 1,39,000 കിലോമീറ്റർ ആണ്. സ്റ്റിയറിംഗ് കൺട്രോൾസ് ഒക്കെ വരുന്ന മോഡല്. ബാക്ക് സൈഡൊക്കെ നോക്കിയാൽ അത്യാവശ്യം നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിപ്പുണ്ട്. നല്ലൊരു സീറ്റ് കവറും ചെയ്തിട്ടുണ്ട്. ടയേഴ്സ് ആവറേജ് ടയേഴ്സാണ് കിടക്കണേ. നേരത്തെ കണ്ട പോലെയുള്ള വലിയ ടയറില്ല. ഇത് ഡുവൽ ടോൺ ആണോ അതോ? അല്ല, ഡുവൽ ടോൺ അല്ല, ഇത് സ്റ്റിക്കർ ചെയ്തിരിക്കുന്നതാണ്. സ്പോയിലറൊക്കെ ഇതിന് വരുന്നതാണ്. ഇത് 7,45 രൂപയാണ് നമ്മൾ ചോദിക്കുന്നത്. ഒരു 90%. പെട്രോൾ അല്ലേ? പെട്രോൾ GT ഓട്ടോമാറ്റിക് ആണ്. ഒരു 90% ലോൺ അവൈലബിൾ ആണ്. 2017 വരുന്ന ഇന്നോവ ക്രിസ്റ്റ V ആണിത്. 1,36,000 കിലോമീറ്റർ ആണ്. വേറെ ആക്സിഡൻറ്റോ ക്ലൈമോ റീപ്ലേസ്മെൻറ്റോ ഒന്നുമില്ല. വണ്ടി പക്ക കണ്ടീഷനാണ്. ഒറിജിനൽ കേരളയല്ലേ? ഒറിജിനൽ കേരളയാണ്. 17 മോഡൽ വണ്ടിയാണ്. നമ്മളെ ചോദ്യം വന്നിട്ട് 16,45 രൂപയാണ്. ഇത് ഫുൾ ഫിനാൻസ് അവൈലബിൾ ആണെന്ന് തന്നെ പറയാം. ഫുൾ കിട്ടുമോ? 90%. ഫുള്ളെന്ന് പറഞ്ഞാൽ ഇപ്പം പ്രൊഫൈലുള്ളൊരു കസ്റ്റമർ ആണെങ്കിൽ ഞാൻ ഫുൾ ഫിനാൻസ് എടുത്ത് കൊടുക്കാം. അതെ, ഫുള്ള് കിട്ടുമെന്ന് എടുത്തു വയ്ക്കുന്നതുകൊണ്ടാണ് നമ്മളത് പറയുന്നത്. ഓക്കെ, കൊള്ളാം. വണ്ടിക്കകമൊക്കെ കൊള്ളാം, നല്ല നീറ്റാണ്. നല്ല ഇന്റീരിയർ സീറ്റ് കവേഴ്സും കാര്യങ്ങളൊക്കെയാണ്. ടോപ്പൊക്കെ കൊള്ളാം, നല്ല നീറ്റായിട്ട് പോകുന്നുണ്ട്. ആക്സിഡന്റ് കേസ് റീപ്ലേസ്മെന്റ്സ് അങ്ങനെ എന്തെങ്കിലും? പ്രത്യേകിച്ച് അങ്ങനെ ഒന്നുമില്ല. ചെറിയ ടച്ച് ആൻഡ് പോളിഷ് വർക്ക് മാത്രമേ ഉള്ളൂ. പിന്നെ ഈ കൊല്ലത്ത് ഏറ്റവും കൂടുതൽ ക്രിസ്റ്റ കച്ചവടം ചെയ്യുന്ന ഞാനാണെന്ന് അവകാശപ്പെടും ഞാൻ. ഏറ്റവും കൂടുതൽ ക്രിസ്റ്റ എൻ്റെ ഷോറൂമിലാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ക്രിസ്റ്റ കിടക്കുന്നത്. അതെ. ഓക്കെ, ഇതിപ്പോൾ എത്ര ചോദിച്ചേ? ഇത് 16,45. അതിലൊക്കെ വിലയിൽ എന്തെങ്കിലും? അല്ല, ഞാനിത് 17,000 ആഡ് ഇട്ടിരിക്കുന്നത്. പിന്നെ നിങ്ങളൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്ക് നമ്മൾ അതിനെ മാനിക്കണമല്ലോ, പെട്ടെന്നൊരു ആകർഷണം എന്നുള്ള. അതെ, നമ്മൾ വില അഡ്ജസ്റ്റ് ചെയ്തിടുന്നില്ല. അതെ. 2019 വരുന്ന GX ഓട്ടോമാറ്റിക് ആണ്. സെക്കൻഡ് ഓണർഷിപ്പിൽ നിൽക്കുന്ന വണ്ടിയാണ്. ഇത് ഡൽഹി റീ ആണ് വണ്ടി. വേറെ ആക്സിഡൻറ്റോ ക്ലൈമോ റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. ഡൽഹി റീ ആയതുകൊണ്ട് പിന്നെ നിങ്ങൾ എടുത്ത് ചോദിച്ചാൽ എനിക്ക് നിങ്ങൾ ക്രോസ് ചെക്ക് ചെയ്യാൻ പറയും. അല്ല, ഞാൻ ചോദിക്കുന്നത് പറഞ്ഞാലേ നമ്മൾ ചെക്ക് ചെയ്തപ്പോൾ ഈ വണ്ടിക്ക് വേറെ ആക്സിഡൻറ്റോ റീപ്ലേസ്മെൻറ്റോ ഒന്നും കണ്ടിട്ടില്ല. ഇല്ല. ഓക്കെ, ഇത് ഇപ്പം കേരള ആക്കിയിട്ടുണ്ടോ? കേരള ആക്കിയ വണ്ടിയാണ്. 2019 മോഡൽ വണ്ടിയാണ്. ഓക്കെ,
കിലോമീറ്റർ നമുക്ക് ജെന്യൂൻ പറയാൻ പറ്റുമോ? ജെന്യൂനാണ്, കാരണം ആ വണ്ടിയുടെ ഒരു ക്വാളിറ്റിയും എല്ലാം വെച്ചിട്ട് ജെന്യൂനാണ്. ഓക്കെ, വണ്ടിക്കകം കൊള്ളാം. എന്ന് 100% ജെന്യൂൻ ആണെന്ന് എന്നോട് ചോദിച്ചാൽ ഞാനതിന് അഷുറൻസ് പറയില്ല. ടയേഴ്സ് ആവറേജ്. റീപ്ലേസ്മെന്റ്സ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ്മെന്റ് ആയിട്ട് പ്രത്യേകിച്ച് ഒന്നും കണ്ടിട്ടില്ല. ചെറിയ ബമ്പർ മാറിയിട്ടുണ്ട്, അല്ല വേറെ. ഫ്രണ്ട് ബമ്പർ. അതെ, ബമ്പർ മാറിയിട്ടുണ്ട്, അങ്ങനല്ല, ബമ്പർ പെയിന്റ് ചെയ്തിട്ടുണ്ട്. അതെ. എത്ര ചോദിക്കുന്നത്? എത്ര ഈ വണ്ടി ചോദിക്കുന്നത് ഒരു 18,000 രൂപയ്ക്ക് കൊടുക്കാം. 18,000. അതെ, 19 വണ്ടിയാണ്. ഇത് കേരള അല്ല എന്നുള്ളതേ ഉള്ളൂ. വിലയിൽ എന്തെങ്കിലും അഡ്ജസ്റ്റ്മെന്റ്സ് ഉണ്ടോ? അല്ല, ഇതിപ്പോ കേരള വണ്ടിയാണെങ്കിൽ 2019 വണ്ടിക്ക് ഒരു 22 രൂപ വരെ ചോദിക്കും. അതെ. വോൾസ്വാഗന്റെ ആളുകൾക്ക് ഏറ്റവും ഇഷ്ടം ഉള്ളൊരു വണ്ടിയാണ് പോളോ. ആ പോളോയിൽ വരുന്ന ഹൈലൈൻ മോഡലാണ്, സിംഗിൾ ഓണറാണ്, 2015 മോഡൽ, 14 മാനുഫാക്ചറിങ്, 15 രജിസ്ട്രേഷനിൽ വരുന്ന പോളോ ആണ്. നിങ്ങൾക്ക് നോക്കാം, ഇൻറ്റീരിയർ ക്വാളിറ്റി ആണെങ്കിലും എക്സ്റ്റീരിയർ ക്വാളിറ്റി ആണെങ്കിലും ഹൈലൈൻ ആണ് വണ്ടി. സ്പോർട്ടി അലോയ് വീലാണ്. GTR പ്രോയുടെ അലോയ് വീലും ടയേഴ്സും ആണ് കിടക്കുന്നത്. ആക്സിഡന്റ് കേസ് എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. അപ്പോളോ ടയറും ഒക്കെയാണ് കിടക്കുന്നത്. വണ്ടി ആക്സിഡന്റോ ക്ലൈമോ റീപ്ലേസ്മെന്റോ കാര്യങ്ങളോ ഒന്നുമില്ല. വണ്ടി നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം ക്വാളിറ്റി. കളർ ഫെയ്ഡ് ഒന്നും വന്നിട്ടില്ല, വൃത്തിയായിട്ട് ഇരിപ്പുണ്ട്. മൊത്തം സർവീസ് കിട്ടേക്കാണോ? ഇല്ല, ഒന്നും ചെയ്തിട്ടില്ല. ഒരു കസ്റ്റമർ വരും, വണ്ടി വാഷ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് നോക്കുമ്പോൾ അറിയാം ഇവിടെ വണ്ടിയെല്ലാം. ഓക്കെ, എത്ര ചോദ്യം? അത്ര നമ്മൾ വൃത്തിയാക്കി പോളിഷ് ചെയ്ത് ഇട്ടിരിക്കുന്നതല്ല. കസ്റ്റമർ എങ്ങനെയാണ് ഒരു വണ്ടി വരുന്നത് ആ വണ്ടിയുടെ ആ ക്വാളിറ്റി തന്നെ നിർത്തിയിരിക്കും. കസ്റ്റമർ വരുമ്പോൾ അവർക്ക് ഞാനിത് പോളിഷ് എല്ലാം ചെയ്ത് ബ്രാൻഡ് ന്യൂ ഫീൽഡിൽ കൊടുക്കും. അതെന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ, ഇപ്പം നമ്മൾ ഇതിനെ ഒരുക്കി ഇടുമ്പോഴത്തേക്ക് കസ്റ്റമർ വിചാരിക്കും നമ്മൾ ആ രീതിയിൽ ഇട്ടിരിക്കുകയാണ്. നിങ്ങൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഇല്ല, നമ്മൾ ആ ഒരു വണ്ടി ഏത് ക്വാളിറ്റി അത് വെള്ളം ഒഴിച്ച് കഴുകിയിടുക, അത്രയേ ഉള്ളൂ. ഓക്കെ, എത്ര ചോദ്യം? എത്ര ഇത് പോളോ? ഈ പോളോ നമ്മൾ ചോദിക്കുന്നത് 5,40,000 രൂപ. അതെന്തുകൊണ്ടാണ് ആ വില ചോദിക്കുന്നത് പറഞ്ഞാൽ, ആ വണ്ടിയുടെ ക്വാളിറ്റി അത്രയും വെൽ മെയിൻറ്റൈൻഡ് ആൻഡ് ക്വാളിറ്റിയാണ്. അതായത് ഇപ്പോൾ ഈ വർഷം വണ്ടി ഉള്ളതിന് ഇത്രയും വില ഇല്ലെന്നാണ് പറയുന്നത്. ഒബ്വിയസ്ലി ആളുകൾ കുറഞ്ഞ വിലയ്ക്കും കൊടുക്കും. അപ്പോൾ കുറഞ്ഞ വിലയ്ക്ക് കൊടുക്കുമ്പോഴത്തേക്ക് എൻ്റെ വണ്ടി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വന്ന് ചെക്ക് ചെയ്യാം. ആ വണ്ടിയുടെ ക്വാളിറ്റി അത്രയും രീതിയിൽ നിറയ്ക്കുന്ന വണ്ടിയാണ്. പിന്നെ അതിനകത്ത് GTR പ്രോൻ്റെ അലോയ് വീല് കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ ആ അലോയ്സിന് തന്നെ നല്ല കോസ്റ്റ്ലി അലോയ്സാണ്. പിന്നെ വണ്ടി 64,000-65,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. അപ്പം അതെല്ലാം വെച്ച് വണ്ടിയുടെ ക്വാളിറ്റി നിങ്ങൾ ഇൻറ്റീരിയറൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് വന്നേ. ഞാൻ കണ്ടായിരുന്നു, കൊള്ളാം, വൃത്തിയുണ്ട്. ഇത് ഞാൻ ഇൻറ്റീരിയർ ക്ലീനിങ്ങോ കാര്യങ്ങളൊന്നും ചെയ്തിട്ടല്ല. ചെയ്ത് കഴിഞ്ഞാൽ ഇതിനെയും കാട്ടി മനോഹരമായിട്ട്. അതായത് നമ്മൾ കൊടുക്കുമ്പോൾ ഇതെല്ലാം ചെയ്തിട്ടേ ഞാൻ കൊടുക്കത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത് ഒരു 50 രൂപ ഉണ്ടെങ്കിൽ ഇറക്കാൻ പറ്റുമോ? ഒരു 50 രൂപ ഉണ്ടെങ്കിൽ നല്ല പ്രൊഫൈലുള്ള പാർട്ടിയാണെങ്കിൽ നമുക്ക് ലോഞ്ച് ചെയ്ത് കൊടുക്കാം. 2017-18 വരുന്ന ടാറ്റയുടെ ഹെക്സ ആണ്. വണ്ടി നിർത്തിപ്പോയി, എന്നാലും ടാറ്റയ്ക്ക് ഒരുപാട് ഫാനുള്ള ഒരു മോഡലാണ് ഹെക്സ. 7 സീറ്റാണ്. 7 സീറ്റാണോന്ന് 7 സീറ്റല്ല, 8 സീറ്റാണ്. 8 സീറ്റ് ആണെങ്കിൽ തന്നെയും ഒരു 10-12 പേര് നല്ല രീതിയിൽ വിശാലമായിട്ട് യാത്ര ചെയ്യാൻ പറ്റുന്ന വണ്ടിയാണ്. വണ്ടിയുടെ ഇൻറ്റീരിയർ ക്വാളിറ്റി എക്സ്റ്റീരിയർ ക്വാളിറ്റി നോക്കുമ്പോൾ നിങ്ങൾക്കറിയാം ഈ വണ്ടി അത്രത്തോളം നന്നായിട്ട് യൂസ് ചെയ്തൊരു വണ്ടിയാണ്. നന്നായിട്ട് യൂസ് ചെയ്തെന്ന് പറഞ്ഞാൽ വൃത്തിയായിട്ട് സൂക്ഷിച്ചു എന്നാണ് ഉദ്ദേശിക്കുന്നത്. ആ രീതിയിൽ വണ്ടി കൊള്ളാം, നല്ല നീറ്റായിട്ടിരിപ്പുണ്ട്. അതൊന്നും കുഴപ്പമില്ല. മാനുവലാണ്, ഡീസലാണ്. മൈലേജ് എങ്ങനെയാണ്? അത്യാവശ്യം മൈലേജ് കിട്ടും. 10-15 മൈലേജ് മേളിൽ കിട്ടുന്ന വണ്ടിയാണ്. കിട്ടും. സെക്കൻഡ് വേരിയൻ്റ് ആണ്. ടയേഴ്സും കൊള്ളാം, അത്യാവശ്യം നല്ലൊരു അലോയ് വീൽ കിടപ്പുണ്ട്. എത്ര ചോദ്യം? എത്ര ചോദ്യം? 8,500 രൂപയാണ്. XM എന്ന് പറയുന്ന വേരിയൻ്റ് ആണ്. ഹെച്ചയുടെ XM എന്ന് പറയുന്ന വേരിയൻ്റ് ആണ്. സെക്കൻഡ് വേരിയൻ്റ് വരും. റീപ്ലേസ് ആയിട്ടൊന്നുമില്ലല്ലോ വണ്ടിക്ക്? ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഫുള്ള് പക്ക കമ്പനി സർവീസ്. ഈ വണ്ടി വരുന്ന 39,000 കിലോമീറ്റർ ആണ്. ഒരു 90% ഫിനാൻസ് നമുക്ക് അവൈലബിൾ ആണ്. പ്രൊഫൈൽ കിലോമീറ്റർ ആണോ? ജെനുവിൻ ആണ്. നിങ്ങൾക്ക് ഹിസ്റ്ററി നോക്കാം. അല്ല, ഡീസൽ വണ്ടി എന്നല്ലേ പറഞ്ഞേ? ബോർഡ് അതുകൊണ്ട് അത് നോക്കല്ലേ. അതെ. 2021 മോഡൽ ടാറ്റ ഹാരിയർ ആണ് വരുന്നത്. ഇത് ഡാർക്ക് എഡിഷൻ ആണ്. ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ആണ്. 61,000 കിലോമീറ്റർ ആണ്. വേറെ വണ്ടിക്ക് ആക്സിഡൻറ്റോ റീപ്ലേസ്മെൻറ്റോ ക്ലൈമോ കാര്യങ്ങളോ ഒന്നുമില്ല. ഈ വണ്ടി നിങ്ങൾക്ക് ചെക്ക് ചെയ്യുമ്പോൾ അറിയാം എന്താണ് കസ്റ്റമർ കൊണ്ടുവരുന്നത് ആ ക്വാളിറ്റി തന്നെ എടുത്തിടുന്നത്. പിന്നെ കസ്റ്റമറിന് നമ്മൾ ഡെലിവറി ചെയ്യുമ്പോൾ നമ്മൾ പക്ക കണ്ടീഷനായി കൊടുക്കും. വേറെ ആക്സിഡൻറ്റോ ക്ലൈമോ റീപ്ലേസ്മെൻറ്റോ അതെ, കുഴപ്പമൊന്നുമില്ല. അതാണ് നമ്മൾ പറയുന്നത്. ആ വണ്ടി കസ്റ്റമർ എങ്ങനെയാണ് കൊണ്ടുവരുന്നത് ആ റോ കണ്ടീഷനിൽ തന്നെയാണ് നമ്മൾ നിർത്തുന്നത്. കൊള്ളാം, വണ്ടിക്കകത്ത് നല്ല വൃത്തിയുണ്ട്. വൃത്തിക്കൊന്നും കുഴപ്പമൊന്നുമില്ല. ഇല്ല. ഈ വണ്ടി ഫുൾ ഫിനാൻസ് കയറും. ജെനുവിൻ ഒരു കസ്റ്റമർ വന്നാൽ ഫുൾ ഫിനാൻസ് കയറും. എത്ര ചോദിക്കുന്നത്? നമ്മൾ ഇതിൻ്റെ ചോദ്യം ഇപ്പം നിങ്ങളുടെ വീഡിയോ ആയതുകൊണ്ട് നമ്മളെ ചോദ്യം അതിന് മുന്നേ മേളിലായിരുന്നു. ഇപ്പം നമ്മൾ വീഡിയോയും കാര്യങ്ങളൊക്കെ നിൽക്കുന്നതുകൊണ്ട്
ഞാനിത് ലാസ്റ്റ് ഒരു 16.75 കൊടുത്തേക്കാം. 16.75. പെട്രോളാ ഡീസലാ? ഡീസൽ ഓട്ടോമാറ്റിക്. മൈലേജ് എങ്ങനെയായിരിക്കും? അത്യാവശ്യം നല്ല മൈലേജ് ഉണ്ട്, ഒരു 14-15 ആ റേഞ്ചിന്. അതെ, ഇതെല്ലാം എക്കോണമി സ്പീഡിൽ പോയാലും നമുക്ക് മൈലേജ് കിട്ടും. മൈലേജ് കിട്ടുന്ന വണ്ടിയാണ്. വേറെ റീപ്ലേസ്മെന്റ്സ് ആയിട്ട് ടയേഴ്സ് ഒക്കെ നിങ്ങൾക്ക് നോക്കാം. ടയേഴ്സ് ഒക്കെ നല്ല അത്യാവശ്യം നല്ല ടയേഴ്സ് ആണ്. ഡാർക്ക് എഡിഷൻ ആണ്. റീപ്ലേസ് ആയിട്ട് ഒന്നുമില്ല, റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. വണ്ടി ഓരോ കൊള്ളാം. ബോഡി വെച്ച് നോക്കിയാലും ഒക്കെ നല്ല വൃത്തിയായിട്ട് പോകണം. വേറെ സ്ക്രാച്ച് അങ്ങനെയുള്ളതൊന്നും കാണുന്നില്ല. ഒന്നുമില്ല, ഇത് ഒന്നും ചെയ്തിട്ടില്ല, പോളിഷ് ചെയ്തിട്ടില്ല. ആ നിങ്ങൾക്ക് നോക്കാം, ഇത് വേറെ പോളിഷോ കാര്യങ്ങളോ ഒന്നും നമ്മൾ ചെയ്തിട്ടിരിക്കുന്നതല്ല. ഇതൊരു ചെറിയ ബഡ്ജറ്റ് കാറാണ്. 2012 മോഡല് ഫോർഡ് ഫിയസ്റ്റ ആണ്. ഫോർഡിൻ്റെ ഭയങ്കര ആരാധനയുള്ളൊരു വണ്ടിയായിരുന്നു. ഒരുപാട് ആരാധകരും കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയായിരുന്നു. ഇത് 12 മോഡല് ടൈറ്റാനിയം എന്ന് പറയുന്ന വേരിയൻ്റ്. അലോയ്സും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഇൻറ്റീരിയറും കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ അറിയാം, വണ്ടി അത്യാവശ്യം നല്ല വൃത്തിയായിട്ട് യൂസ് ചെയ്ത വണ്ടിയാണ്. 1.70 അങ്ങോട്ടേ ഓടിയിരിക്കുന്നത്. ഡീസലാണ്. ഓണർഷിപ്പ് എത്ര? ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പ്. ടയേഴ്സ് ആവറേജ്. ടയേഴ്സ് ആവറേജ്. ഒരു ചെറിയൊരു ഡെന്റ് ഉണ്ട്. അത് ക്ലിയർ ചെയ്ത് കൊടുക്കും. അത് നമ്മൾ ക്ലിയർ ചെയ്ത് കൊടുക്കും. അത് ക്ലിയർ ചെയ്ത് കൊടുക്കും. ഈ വണ്ടിയാണെങ്കിൽ പോലും നമ്മൾ ഇവിടുന്ന് ഇറങ്ങുമ്പം ഒരു ബ്രാൻഡ് ന്യൂ ഫീലിലേ നമ്മൾ കൊടുക്കത്തുള്ളൂ. എത്ര കൊല്ലം രജിസ്ട്രേഷൻ ആണ്. ഡീസലല്ലേ? ഡീസലാണ്. നിലവിൽ വേറെ പണിയോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇത് 1,50,000 രൂപയ്ക്ക് കൊടുത്തേക്കാം. 1.5 ലക്ഷം. ഫിനാൻസ് ഒന്നും കയറില്ല. 2012 വണ്ടിയാണ്. അതെ. അപ്പോൾ 27 ടെസ്റ്റ്. 2017 മോഡൽ വി വേരിയന്റ് ആണ്. സിംഗിൾ ഓണർ ആണ്. 1.80 ആണ് ഓട്ടം. ഒറിജിനൽ കേരളയാണ്. ഫുള്ളും കമ്പനി സർവീസ് ചെയ്യുന്ന വണ്ടി. 1.80 കിലോമീറ്റർ. അപ്പോൾ ജെനുവിൻ പറയാൻ പറ്റും. കിലോമീറ്റർ ജെനുവിനാണ്. ഒറിജിനൽ കേരള ആയതുകൊണ്ട് ഞാൻ 100% ജെനുവിനായിട്ട് പറയും. നിങ്ങൾക്ക് ആ ഒരു അഷുറൻസ് ഞാൻ തരും. എന്നും പറഞ്ഞ് ഡൽഹി വണ്ടി മോശമൊന്നല്ല. ഡൽഹി വണ്ടി നല്ല വണ്ടികളാണ്. ആ നല്ല എങ്ങനെയാണ് ആ വണ്ടി അതിൻ്റെ ഫസ്റ്റ് ഓണേഴ്സ് കീപ്പ് ചെയ്തത് അതേ കണക്കിരിക്കും. അതെ. പിന്നെ ആ ഡൽഹി പ്രൈസിൽ തന്നെ ഞാൻ ഇവിടെ വണ്ടികൾ കൊടുക്കുന്നുണ്ട്. അതാണ് 2 വില പറഞ്ഞല്ലേ നേരത്തെ? അതെ. ആവറേജ് ആണ്. റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ്മെന്റ് ആയിട്ടൊന്നുമില്ല. ഇല്ല. ഗ്ലാസ്, ബമ്പർ, എല്ലാം നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. നാട്ടെ വണ്ടി നമ്പർ ചെയ്തല്ലേ, ബോർഡ് വെച്ചിട്ടില്ലല്ലോ. അതെ, അതൊരു തെളിവാണല്ലോ. എത്ര ചോദ്യം? എത്ര? ഇത് 18.75. ഒരു ലാസ്റ്റ് പ്രൈസ് ഒരു 18 രൂപയ്ക്ക് ചെയ്യാം. 18.5. അതും ചെറിയ എന്തെങ്കിലും നെഗോഷ്യബിളാണ്, ചെയ്യാൻ പറ്റും. എനിക്കിത് ഒരു 90% ലോണും ആക്കി കൊടുക്കാൻ പറ്റും കസ്റ്റമറിന്. പ്രൊഫൈലുള്ള കസ്റ്റമർ. ഇപ്പോൾ ഈ വിലയ്ക്ക് വരുന്ന ഒരു വണ്ടിക്ക് ഒരു എക്സ്ചേഞ്ച് വരുവാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഈ കൊണ്ടുവരുന്ന വണ്ടി എനിക്ക് അങ്ങനെ ഒരു വിലയ്ക്ക് എടുക്കും. കാരണം ഞാൻ എല്ലാം ലോവസ്റ്റ് പ്രൈസാണ് പറയുന്നത്. ഇനി എക്സ്ചേഞ്ച് കൊണ്ടുവരുമ്പോൾ മറ്റുള്ള ഷോറൂം എന്ന് പറഞ്ഞാൽ ഒരു വണ്ടിക്ക് കൂട്ടി വെച്ച് മറ്റേ ഈ കൊണ്ടുവരുന്ന വണ്ടിക്കും കൂട്ടി അങ്ങനെ ടാലിയാക്കി കൊടുക്കാം. പക്ഷെ എന്നെ സംബന്ധിച്ചിപ്പോൾ ഒരു വണ്ടി ചെറിയൊരു വണ്ടിയായിട്ട് വരുവാണെങ്കിൽ എനിക്കത് എടുക്കാൻ പറ്റുന്ന പ്രൈസിന് ഞാൻ എക്സ്ചേഞ്ച് എടുക്കും. 2024 വരുന്ന ടൊയോട്ട ഫോർച്യൂണറാണ്. 4x2 ഓട്ടോമാറ്റിക് ആണ്. വണ്ടി 30,000 കിലോമീറ്ററാണ് റൺ ചെയ്തിരിക്കുന്നത്. 2024 മോഡലാണ്. നമ്മൾ ആസ്കിങ് പ്രൈസ് 42.75 ഇറങ്ങിയ സമയത്ത് ഇതിന് എന്തോ ആണ്? ഈ വണ്ടി ഇറങ്ങിയ സമയത്ത് 51 ലക്ഷം രൂപയ്ക്കാണ് ഇദ്ദേഹം എടുത്തിരിക്കുന്നത്. ഇപ്പം പുതിയതിന് വണ്ടിക്ക് പ്രൈസ് ഡ്രോപ്പ് വന്നിട്ടുണ്ട്. ഒരു 48 രൂപയോളം ആയിട്ടുണ്ട്. അപ്പൊ ഇപ്പൊ സാറ് പറയുന്ന ഈ വില ഇപ്പോഴത്തെ 2024 ഈ വണ്ടി 24 വണ്ടിയാണ്. അല്ല, ഞാൻ ചോദിക്കുന്നത് ഇപ്പൊ ഈ സാർ GSTയുടെ വില വന്നപ്പോഴത്തെ ഏറ്റവും കൂടുതൽ വില കുറവ് വന്നത് ഫോർച്യൂണറിനാണ്. ഇത് ഫസ്റ്റ് ടയർ തന്നെയല്ലേ? ഫസ്റ്റ് ടയർ തന്നെയാണ് കിടക്കുന്നത്. റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? നമ്മൾ ഈ 42 ചോദിക്കുന്നെങ്കിലും നെഗോഷ്യബിൾ ആണ്. നമുക്കിപ്പോൾ ഒരു കസ്റ്റമർ വന്നാൽ ഞാൻ ടയർ കാര്യങ്ങളൊക്കെ മാറ്റി വൃത്തിയാക്കി കൊടുക്കും. ബ്രാൻഡ് ന്യൂ വണ്ടി എങ്ങനെയാണ് കൊടുക്കുന്ന ആ ക്വാളിറ്റിയിൽ ഞാൻ കൊടുക്കും. 42.5 ലിറ്റ് നെഗോഷ്യബിൾ ആണ്. നേരത്തെ ഡൽഹിയെ പറ്റി ചോദിച്ചില്ലേ, ഡൽഹി വണ്ടി. ആ ഡൽഹി പ്രൈസിലാണ് ഞാൻ ഈ GL കൊടുക്കുന്നത്. ഇത് ഒറിജിനൽ കേരള വണ്ടിയാണ്. സിംഗിൾ ഓണറാണ്. 2019 രജിസ്ട്രേഷനിൽ വരുന്ന GLE 250 എന്ന് പറയുന്ന മോഡലാണ്. ഈ വണ്ടി ഡൽഹിയിൽ നിന്ന് ഒരാൾ ഒരു വണ്ടി കൊണ്ടുവന്ന് ഇവിടെ രജിസ്റ്റർ ചെയ്യുമ്പം ഈ വണ്ടീനെയും കാട്ടി കൂടുതൽ പ്രൈസ് ആവും. അത് ഞാൻ ഗ്യാരണ്ടി ആയിട്ട് പറയും. ഒരിക്കലും ഈ ക്വാളിറ്റി അവർക്ക് കിട്ടത്തുമില്ല. ഇത് നിങ്ങൾ നോക്കിയാൽ മതി. ഇൻറ്റീരിയർ ക്വാളിറ്റി ആണെങ്കിലും എക്സ്റ്റീരിയർ ക്വാളിറ്റി ആണെങ്കിലും വണ്ടിയുടെ അത്രയും ഹൈ ക്വാളിറ്റി നിൽക്കുന്ന വണ്ടിയാണ്. ഇത് ഒറിജിനൽ കേരളല്ലേ? ഒറിജിനൽ കേരള, സിംഗിൾ ഓണറാണ്. 2019 രജിസ്ട്രേഷനിൽ വരുന്ന വണ്ടിയാണ്. പെട്രോൾ, ഡീസൽ. ഇതുവരെയുള്ള ഡീസൽ. ഇതുവരെയുള്ള കംപ്ലീറ്റ് സർവീസും ഷോറൂമാണ്. ഇഞ്ച് ടു ഇഞ്ച് സർവീസ് ഷോറൂമിലാണ്. പ്രീമിയം വണ്ടിയും കൂടിയാണല്ലോ. പ്രീമിയം വണ്ടിയാണ്. ഈ വണ്ടിക്ക് ഞാൻ കൊടുക്കുന്ന ഗ്യാരണ്ടി, അഷുറൻസ്
ഇൻ കേസ് എന്തെങ്കിലും ഈ കസ്റ്റമറിന് വണ്ടി തിരിച്ചു കൊടുക്കണമെങ്കിലും തിരിച്ച് എൻ്റെ ഷോറൂമിൽ കൊണ്ടുവന്നാൽ ഞാനത് പർച്ചേസ് ചെയ്യും അവർക്ക് മോശമില്ലാത്ത വിലയ്ക്ക് അന്നുള്ള വിലയ്ക്കെന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ ഏറ്റവും അങ്ങ് ലീസ്റ്റ് പ്രൈസിലേക്കല്ല പോകുന്നത്. ആർക്ക് കൊടുക്കാൻ പറ്റുന്നതിനെക്കാട്ടി ബെസ്റ്റ് പ്രൈസ് എനിക്ക് കൊടുക്കാൻ പറ്റും. ഇപ്പോൾ കൊടുക്കുന്ന ബെസ്റ്റ് പ്രൈസ് എത്ര? ഇപ്പം കൊടുക്കുന്ന ബെസ്റ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ ഒരു 35 ലാഖാണ് ഞാൻ ചോദിക്കുന്നത്. അതിനകത്ത് നെഗോഷ്യബിൾ ആണ്. പിന്നെ ഒരു പ്രൊഫൈലുള്ള ഒരു കസ്റ്റമർ വന്നാൽ 0 ഡൗൺ പേയ്മെന്റിൽ ഞാൻ വണ്ടി കൊടുക്കും. ഇതിന്റെ പ്രൈസും ഡീറ്റെയിൽ അറിയാൻ ഷോറൂമായിട്ട് കോൺടാക്ട് ചെയ്താൽ മതി. ഈ വണ്ടിയുടെ പ്രൈസ് ഡീറ്റെയിൽ കാര്യങ്ങളെല്ലാം അറിയാൻ, ഇതിനകത്ത് ഏത് വണ്ടിയുടെ പ്രൈസും ഡീറ്റെയിലും അറിയാൻ ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് എൻ്റെ ഷോറൂം നമ്പർ ഉണ്ട്, അതിനകത്തോട്ടൊന്ന് വാട്സപ്പ് ചെയ്താൽ അപ്പോഴേ തന്നെ എൻ്റെ എക്സിക്യൂട്ടീവ് നിങ്ങൾക്ക് കോൾ ബാക്ക് അറേഞ്ച് ചെയ്യും. ഇത് ടൊയോട്ടയുടെ ഏത് മോഡലാണ്? ഇത് ടൊയോട്ട ഹയാസ് എന്ന് പറയും. നമ്മൾ നാട്ടിൽ ഇറങ്ങിയിട്ടുള്ള മോഡലാണ്. നാട്ടിൽ ഇറങ്ങിയിട്ടില്ല, ഇത് ഇമ്പോർട്ടഡ് ആണ്. ഇപ്പോൾ ഇമ്പോർട്ടഡ് എന്ന് പറയുമ്പോഴത്തേക്ക് പണ്ട് ദുൽഖറിൻ്റെ ഒരു വിഷയം വന്നില്ലേ, അതൊക്കെ ചോദിക്കും. ഇത് പക്ക നമ്പറായി കിടക്കുന്ന വണ്ടിയാണ്. KL 02 നിൽക്കുന്ന വണ്ടിയാണ്. വണ്ടിക്ക് വേറെ ആക്സിഡൻറ്റോ റീപ്ലേസ്മെൻറ്റോ ക്ലെയിം ഒന്നും ഇല്ല. ഇത് ടൊയോട്ട ഹയാസ് എന്ന് പറയും. ഹയാസ് ഒന്നും ഇവിടെ കൊല്ലത്തൊരു ഷോറൂമിലും ഇല്ല. നമ്മളെ കൊല്ലത്തൊരു ഷോറൂമിലും ആരുടെയിലും ഹയാസ് ഇല്ല. അത് ഞാൻ അവകാശപ്പെടും. കൊല്ലത്തുമില്ല, ഞാൻ പോയ തിരുവനന്തപുരം എവിടെയും നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ. യോക്കോഹാമൻ്റെ ടയറൊക്കെയാണ്. ഇത് 2009 മോഡൽ വണ്ടിയാണ്. പേപ്പർ ഭാഗം എല്ലാം പക്കയാണ്. ഇനി എത്ര നാളുകൂടി ഉണ്ട്? ഇതിൻ്റെ 2029 വരെ പേപ്പറുള്ള വണ്ടിയാണ്. എന്ന് പറഞ്ഞാൽ 29 കഴിഞ്ഞിട്ട് 29 കഴിയുമ്പോൾ ടെസ്റ്റ് റിന്യൂവലാണ്. ഇതിന് സോണിയുടെ സെറ്റ് കാര്യങ്ങളെല്ലാം വരുന്നത്. ഈ വണ്ടിക്ക് വരുന്നത് ടൊയോട്ട ഫോർച്യൂണറിൻ്റെ എഞ്ചിനാണ് വരുന്നത്. മാനുവൽ ട്രാൻസ്മിഷനാണ്. ടോട്ടൽ 11 സീറ്റാണ് വരുന്നത്. കറക്റ്റ് ഒരു കാരവാൻ ടച്ച് തന്നെയാണ്. അങ്ങനെ തോന്നത്തുള്ളൂ. അത് നിങ്ങൾക്ക് അതുവഴി കയറാം കേട്ടോ, അപ്പുറത്തോടെ കയറാം. നമ്മൾ ഒറ്റയടി കണ്ടാലും കാരവാൻ്റെ ലുക്ക് തന്നെ. അതെ, ഈ വണ്ടി എടുത്ത് ഓൾട്ടർ ചെയ്ത് പക്ക ലക്ഷറിയസ് ആക്കി മാറ്റുന്ന കുറേ ടീമുകളുണ്ട്. ഈ 11 പേർക്ക് സുഖമായിട്ടിരിക്കാം. ഈ സീറ്റ് നമുക്ക് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. ഫേസ് ടു ഫേസ് ആയിട്ട് ഇരിക്കാം. ലെഗ് റെസ്റ്റ് വരുന്നുണ്ട്. ഇതേണ്ടെന്ന് നോക്കിയോ, ടൊയോട്ട ഹയാസ്. ഇതിനകത്തെല്ലാം നല്ല മ്യൂസിക് സിസ്റ്റവും സ്പീക്കേഴ്സും കാര്യങ്ങളും ഒക്കെയാണ്. റൂഫിലൊരു TV വരുന്നുണ്ട്. എത്ര പ്രതീക്ഷിക്കുന്ന വില? ഇത് 26. ഇത് ഇറങ്ങിയപ്പോൾ എത്ര ഉണ്ടായിരിക്കും? 1 കോടി രൂപ മേലുണ്ട്. അത്ര ഉണ്ടായിരുന്നു. എൻ്റെ മോനെ, 26 ലക്ഷം രൂപയ്ക്ക് കൊള്ളാം. ഇത് ഡീസലല്ലേ? ഡീസൽ ഈ വണ്ടിക്ക് 15 മൈലേജ് കിട്ടുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ ആരെങ്കിലും വിശ്വസിക്കുമോ? ഇത്ര ആളെ എടുക്കുകയും വേണം 15 മൈലേജ്. ഇത്ര ആളെടുത്തതിന് ശേഷമല്ല. ഇപ്പം ഞാനിപ്പോൾ ഈ വണ്ടി കൊച്ചിയിൽ കൊണ്ടുപോയാലും ഡ്രൈവ് ചെയ്ത് വരുന്നതിന് എനിക്കൊരു 15 മൈലേജ് ഗ്യാരണ്ടി കിട്ടും. അത് ഒരിക്കലും വെറും വാക്ക് പറയല്ല, എനിക്കത് കിട്ടുന്ന മൈലേജാണ്. 2021 മോഡല് 2.4 ഇസഡ് ഓട്ടോമാറ്റിക്. ആണ്. ഒറിജിനൽ കേരളയാണ്. വണ്ടിക്ക് വേറെ ആക്സിഡൻറ്റോ റീപ്ലേസ്മെൻറ്റോ ക്ലെയിമോ അപാകതകളോ ഒന്നുമില്ല. അല്ല, ക്ലെയിം ഉണ്ട്. ബാക്കിൽ ഡിക്കിയുടെ ഷെല്ല് മാറിയിട്ടുണ്ട്. മേജർ ആക്സിഡന്റ് ആയിട്ട് മേജർ ഒന്നുമില്ല. മേജർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഫ്രണ്ട് ഇടിക്കുന്നു, അപ്രോൺ കട്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ എഞ്ചിൻ റീപ്ലേസ് ചെയ്യുന്നു, ഇതൊക്കെയാണ് മേജർ എന്ന് പറയുന്ന ആക്സിഡന്റ്. അല്ലാതെ ഒരു ഡോർ സ്ക്രാച്ച് വന്ന് അത് പെയിന്റ് ചെയ്തോ അതൊന്നും ഒരിക്കലും നമുക്ക് ഒരു ആക്സിഡന്റ് എന്ന് പോലും പറയാൻ പറ്റത്തില്ല. ഞാൻ ചോദിച്ചു വേറെ വല്ല വണ്ടി കൊണ്ടുവച്ച് താങ്ങി കൊടുത്താണോ അറിയാൻ. ഇല്ല, ഇത് നമ്മൾ റിവേഴ്സ് എടുക്കുമ്പോഴത്തേക്ക് ജസ്റ്റ് ഒന്ന് പോസ്റ്റിലായിട്ട് ഇത് ചെയ്തി. ബമ്പർ പോലും മാറിയിട്ടില്ല. ആകെ ഡിക്കിൻ്റെ ഈ ഒരു അത്ര ഭാഗം. എത്ര ചോദ്യം എത്ര? ഇത് ഈ വണ്ടിക്ക് ഞാൻ പ്രത്യേകം പറഞ്ഞുതരാം. നിങ്ങൾക്ക് ഡൽഹിയിൽ നിന്ന് ഒരു വണ്ടി ഒരു 2021 മോഡല് ഇസഡ് ഓട്ടോമാറ്റിക് എടുത്ത് ഇവിടെ കൊണ്ടുവന്ന് റീച്ച് ചെയ്ത് വന്നാൽ പോലും ഞാൻ ഈ തരുന്ന പ്രൈസിൽ കൊടുക്കാൻ പറ്റില്ല. ആർക്കും കൊടുക്കാൻ പറ്റത്തില്ല. ഉറപ്പ്, ഗ്യാരണ്ടി. വണ്ടി പക്ക കണ്ടീഷനാണ്. ടയറൊക്കെ നോക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാം, മെഷലൈൻ്റെ പുത്തൻ ടയറാണ്. ബ്രാൻഡ് ന്യൂ കണ്ടീഷനാണ്. വണ്ടിക്ക് വേറെ അപാകതകളൊന്നും ഇപ്പം നിങ്ങൾ കാണുന്നതാണല്ലോ. വണ്ടിക്ക് വേറെ അപാകതകളോ കാര്യങ്ങളോ ഒന്നുമില്ല. എത്ര ചോദ്യം എത്ര? ഈ വണ്ടിക്ക് 24 ലക്ഷം രൂപയാണ് ഞാൻ ചോദിക്കുന്നത്. 24? ഒരു കസ്റ്റമർ വന്നാൽ ഫുൾ ഫിനാൻസ് ആക്കിയും കൊടുക്കാം. 0 ഡൗൺ പേയ്മെൻറ്റ്. നല്ല പ്രൊഫൈൽ ഉണ്ടെങ്കിൽ, പ്രൊഫൈലുള്ള കസ്റ്റമർ അത്യാവശ്യം എന്തെങ്കിലും മാന്യമായി ബിസിനസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഞാൻ ആ കസ്റ്റമറിന് ഫുൾ ഫിനാൻസ് ഒരു 100 രൂപ പോലും എൻ്റെ കയ്യിലോട്ട് തരണ്ട. അവരുടെ ആധാറും പാനും OTP വരുന്ന മൊബൈൽ നമ്പരും മാത്രം മതി. ഈ 3 കാര്യം തന്നാൽ ഞാൻ 3 ദിവസത്തിനുള്ളിൽ ലോൺ ചെയ്ത് അവരെ വണ്ടി കൊടുക്കും. പിന്നെ വേറൊരു കാര്യമുണ്ട്. നമ്മൾ ഏത് കസ്റ്റമറിനാണെങ്കിലും ഇപ്പം ഒരു 800 ഉള്ള കസ്റ്റമർ വന്ന് എൻ്റെ വേറൊരു വണ്ടി എടുക്കാൻ ഒരു ഗ്രാൻഡ് ആയിട്ട് ഇപ്പം കണ്ടില്ലേ,
അതെടുക്കാനാണെങ്കിലും എക്സ്ചേഞ്ച് ഞാൻ ചെയ്യും. ഇപ്പോൾ ഏത് വണ്ടി എക്സ്ചേഞ്ച് കൊണ്ടുവന്നാലും നമുക്ക് എക്സ്ചേഞ്ച് പോസിബിളാണ്. നമ്മളിനി പറയാൻ പോകുന്നത് 70 ലക്ഷം രൂപ വിലയുള്ളൊരു വണ്ടിയുടെ കഥയാണ്. 2017-18 Audi A6 S-Line ആണ്. വണ്ടി ഒറിജിനൽ കേരളയാണ്. സിംഗിൾ ഡിജിറ്റ് ഫാൻസി നമ്പറാണ്. വേറെ ആക്സിഡൻറ്റോ ക്ലൈമോ റീപ്ലേസ്മെൻറ്റോ ഒന്നുമില്ല. ഈ വണ്ടി ഈ പറയുന്ന വേറെ ഇൻറ്റീരിയർ ക്ലീനിങ്ങോ എക്സ്റ്റീരിയർ ക്ലീനിങ്ങോ പോളിഷിങ്ങോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല. എന്താണ് ആ വണ്ടിയുടെ കണ്ടീഷൻ ആ രീതിയിൽ തന്നെയാണ് നിർത്തിയിരിക്കുന്നത്. വണ്ടിക്ക് 70 ലക്ഷം രൂപ ഉണ്ടായിരുന്നു വണ്ടി ഇറങ്ങിയപ്പം. ഇപ്പം നമ്മൾ കൊടുക്കാൻ പോകുന്ന വിലയെന്ന് പറഞ്ഞാൽ 26 ലക്ഷം രൂപയാണ് വണ്ടിക്ക് വില കൊടുക്കുന്നത്. ഫസ്റ്റ് ഓണർ അല്ലേ? സെക്കൻഡ് ഓണർ. വണ്ടിക്ക് വേറെ ആക്സിഡൻറ്റോ ക്ലൈമോ റീപ്ലേസ്മെൻ്റ് ഒന്നുമില്ല. 100% ഫിനാൻസ് കയറുന്നൊരു വണ്ടിയാണ്. ഒരു കസ്റ്റമർ പ്രൊഫൈലുള്ള കസ്റ്റമർ ആണെങ്കിൽ നമുക്ക് ഫുൾ ഫിനാൻസ് ഇറക്കി കൊടുക്കാം. പെട്രോൾ ഡീസലാണ്. ഒരു 15 മൈലേജ് ഒക്കെ കിട്ടും വണ്ടിക്ക്. ബ്രാൻഡ് ന്യൂ ടയേഴ്സ് ആണ്. അപാകതമുള്ള കാര്യങ്ങളൊന്നുമില്ല. ഞാൻ പറഞ്ഞില്ലേ ഇതിനകത്ത് ഇങ്ങനെയുള്ള ചെറിയ സ്ക്രാച്ചസ് കാര്യങ്ങളൊക്കെയാണ്. അത് വണ്ടി കൊടുക്കുമ്പോഴത്തേക്ക് പോളിഷ് പക്ക ആക്കി കൊടുക്കത്തുള്ളൂ. ടയേഴ്സ് അത്യാവശ്യം നല്ല ടയർ കിടപ്പുണ്ട്, കുഴപ്പമില്ല. പുതിയ ടയറാണ്. ബ്രിസ്റ്റോണിൻ്റെ ടയറാണ്. ഇതിപ്പോൾ നിങ്ങൾ ഡൽഹിയിലൊക്കെ പോവുകയാണെങ്കിൽ ഏകദേശം എടുത്തിവിടെ കൊണ്ടുവന്ന് റീ ചെയ്യുമ്പം ഈ പ്രൈസോളം തന്നെ വരുന്നുണ്ട്. ഇത് ഒറിജിനൽ കേരള. ഇത് പുത്തൻ വണ്ടിയാണ് സാറേ. ഇത് പുത്തൻ വണ്ടിയാണോന്ന് വെച്ചാൽ പുത്തൻ വണ്ടി പോലെ നടക്കുന്ന ഒരു വണ്ടിയാണ്. ഇത് റേഞ്ച് റോവർ റിവോക്ക് എന്ന് പറഞ്ഞാൽ റേഞ്ച് റോവറിലേക്ക് ഏറ്റവും ഒരു ക്യൂട്ടസ്റ്റ് വെഹിക്കിളാണ് റേഞ്ച് റോവർ റിവോക്ക്. ഇത് 2017 മോഡൽ വണ്ടിയാണ്. വണ്ടി പക്ക കണ്ടീഷനാണ്. പുതിയ ടയറാണ്. പുത്തൻ ഇൻഷുറൻസ് ആണ്. ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പിൽ നിൽക്കുന്ന വണ്ടിയാണ്. കിലോമീറ്റർ ഒക്കെ എന്തായി? കിലോമീറ്റർ ഇപ്പം കറക്റ്റ് 70,000 കിലോമീറ്റർ ആണ്. ജെനുവിനാണ്, പക്ക ജെനുവിൻ. ഇതിൻ്റെ ഒന്നും കിലോമീറ്റർ ഒന്നും അങ്ങനൊന്നും മെൻഷൻ ചെയ്യേണ്ട കാര്യമല്ല. ഈ എന്താണ് ടാമ്പിങ് ആണോ എന്ന് വെച്ചാൽ ഇതൊക്കെ ടാമ്പ് ചെയ്യണമെങ്കിൽ തന്നെ നല്ല റേറ്റ് വരും. അതിനുവേണ്ടി മെനക്കിടത്തില്ലല്ലേ? അല്ല, അങ്ങനെ അതിൻ്റെ കാര്യമില്ലല്ലോ. നമ്മളെന്തിനാണ് ടാമ്പ് ചെയ്യുന്നത്? കാരണം ഓരോ വാഹനവും ഓരോരുത്തരുടെ ഒരു ആഗ്രഹമാണ്. ആ ആഗ്രഹത്തിൽ എടുക്കുന്നവരെ നമ്മൾ പറ്റിക്കേണ്ട കാര്യമില്ലല്ലോ. ഇത് ഡുവൽ ടോൺ അല്ലേ? ഇത് ഡ്യുവൽ ടോണാണ്. ഈ വണ്ടിയാണ് ഡ്യുവൽ ടോണിൽ വരുന്നത്. ഇത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഒരുപാട് വണ്ടികളും ഡ്യുവൽ ടോണിലേക്ക് വന്നത്. ഇത് എത്ര ചോദ്യം? ഈ വണ്ടിക്ക് നമ്മൾ 28 ലക്ഷം രൂപയാണ് ചോദിക്കുന്നത്. ഒരു പ്രൊഫൈലുള്ള പാർട്ടി ആണെങ്കിൽ ഒരു 99% ഫിനാൻസിന് ഇറക്കി കൊടുക്കും. ഇറങ്ങിയ സമയത്ത് ഏകദേശം 75 ആ റേഞ്ചോളം. അതെ. പെട്രോൾ ഡീസല്. നമുക്കിപ്പോൾ ഈ പറഞ്ഞില്ലേ ഒരു കോമ്പാക്ട് SUV ആയിട്ട് കൊണ്ടു നടക്കാം. ഡെയിലി യൂസിനും ഒക്കെ പറ്റിയ വണ്ടിയാണ്. എത്ര ചോദിക്കുന്നത്? ഈ വണ്ടിക്ക് 28 ലക്ഷം രൂപയാണ്. ഒരു പ്രൊഫൈലുള്ള പാർട്ടി ആണെങ്കിൽ ഞാനൊരു ഫുൾ ഫിനാൻസ് ആക്കി തരാം. വണ്ടി നല്ല ക്വാളിറ്റി വെഹിക്കിളാണ്. റീപ്ലേസ് ആയിട്ട് വലുതായിട്ടൊന്നും ഇല്ലല്ലോ? ഇല്ല, പ്രത്യേകിച്ചൊന്നുമില്ല. മേജർ ആക്സിഡൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. വണ്ടിക്ക് 20 ലക്ഷം രൂപയുടെ പുതിയ IDV ഉള്ള ഇൻഷുറൻസ് ആണ്. പുത്തൻ ഇൻഷുറൻസ് ആണ്. 2017 വരുന്ന i20 ആക്റ്റീവ്. ആ വണ്ടിയുടെ കോലം കണ്ടിട്ട് നോക്കണ്ട, മഴയും വെള്ളമൊക്കെ അല്ലായിരുന്നു. നല്ല കണ്ടീഷനുള്ള വണ്ടിയാണ്, പക്കാ കണ്ടീഷനാണ്. i20 ആക്റ്റീവ് സിംഗിൾ ഓണർ, സെക്കൻഡ് ഓണറിൽ നിൽക്കുന്ന വണ്ടിയാണ്. 57,000 കിലോമീറ്റർ ആണ്. വേറെ ആക്സിഡൻറ്റോ റീപ്ലേസ്മെൻറ്റോ ക്ലെയിം ഒന്നുമില്ല. ഫുള്ള് കമ്പനി സർവീസ്. ഇൻറ്റീരിയർ നോക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാം. ഇതിന് മാത്രമേ ഈ ഓറഞ്ച് എലമെൻറ്റ് വരുന്നത്. കാരണം എന്ന് വെച്ചാൽ ആക്റ്റീവ് ആയതുകൊണ്ട്. സീറ്റും എല്ലാം ആക്റ്റീവിൻ്റെ ആണ്. അതെ, അത് കണക്കൊരു വെഹിക്കിളാണ്. നല്ല വൃത്തിയായിട്ടിരിപ്പുണ്ട്. എല്ലാം പക്ക കണ്ടീഷനാണ്. ടയേഴ്സ് അത്യാവശ്യം ഉണ്ട്. റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? ഒരു റീപ്ലേസ്മെൻറ്റും ഇല്ല, ക്ലെയിം ഇല്ല, അപാകതകളോ കാര്യങ്ങളോ ഒന്നുമില്ല. ഡീസലാണോ പെട്രോൾ? ഇത് പെട്രോളാണ്. ഓക്കെ. എത്ര ചോദ്യം? എത്രയാണ്? 5.5 ലക്ഷം രൂപ. ഫുൾ ഫിനാൻസ് കയറും. ലാസ്റ്റ് ആണ്, നെഗോഷ്യബിൾ ആണ്.